ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റാണ്. കേസരി ബാത്ത്. റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റവ 1 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, നെയ്യ് 4 ടീസ്പൂൺ, കേസരി കളർ 1/4 ടീസ്പൂൺ, ഉപ്പ് 2 നുള്ള്, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പൂ 3 എണ്ണം, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്, വെള്ളം 3 കപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കണം. എൻ്റെ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ, മറക്കരുത്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഉണക്കമുന്തിരി ചേർക്കണം. കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ചേർത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത് കിട്ടുന്ന റവയാണ് കേട്ടോ. എങ്കിലും ആ നെയ്യൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് റവ ഇട്ടൊന്ന് ഇളക്കുന്നത്. ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഞാൻ ക്യാരറ്റ് ഹൽവയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ കാഷ്യൂ പ്ലംസ് ഒക്കെ ചേർക്കാമോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു. അതിൽ കാഷ്യൂ പ്ലംസ് മാത്രമല്ല, പിസ്ത, ബദാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനതൊന്നും ചേർക്കാഞ്ഞത് അതങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർക്കുകയാണ്. ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പം നമ്മളെടുത്ത് വെച്ചിരുന്ന ഏലക്കയില്ലേ, അതൊന്ന് പൊട്ടിച്ചിട്ട് അതും ഗ്രാമ്പൂവും ചേർത്ത് ഇട്ട് കൊടുക്കണം നെയ്യിലേക്ക്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് റവ എടുത്തിരിക്കുന്നത്. ഇതിനൊരു കപ്പ് റവയെന്ന് പറയുമ്പോൾ ഒരു 120 ഗ്രാം ഉണ്ടാകും. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം വേണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ദൂരെ നിന്ന് വേഗം ഒഴിക്കണം. ക്യാരറ്റ് ഹൽവയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ കോവ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. കോവയ്ക്ക് പകരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ പൗഡറോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാം. ഇത് രണ്ടും ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് റെസിപ്പിയിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് കേസരി ബാത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളറ്. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടാറുണ്ട്. ഇതല്ലാതെ സാധാരണ കളർ ഉപയോഗിച്ചും ചെയ്യാം. ഞാനത് വേറൊരു വീഡിയോ ഇടാം. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുകയാണ്. ഇപ്പോൾ 2 നുള്ളുപ്പ്, നല്ല 2 നുള്ളുപ്പ് ചേർക്കണം ഇതിലേക്ക്. ഇനി നമുക്ക് കേസരി കളർ ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ കളർ മതിയാകും. ഇതിൻ്റെ മഞ്ഞ കളറും കിട്ടാറുണ്ട്. ഇപ്പോൾ മധുരത്തിൻ്റെ അളവൊന്ന് നോക്കണേ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ.
റവയുടെ കൂടെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിൽ കുറച്ച് ഞാനിത് എടുത്ത് വെക്കുകയാണ്. അത് നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം.